പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വചനഭാഗം സാബത്തിനെ കുറിച്ചാണ്. ഈശോ 6 ദിവസം നമുക്ക് ജോലി ചെയ്യാനും 7-ാം ദിവസം കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാനും കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നു. നിയമാവർത്തനം 5-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 ദിവസം അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തു കൊള്ളുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. വചനം പറയുന്നു, നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിൽ ഏതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ, നമ്മുടെ പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവിൻ്റെ കൽപ്പനകൾ 10 കൽപ്പനകൾ കർത്താവ് തന്നിട്ടുണ്ട്. അതിലെ 3-ാമത്തെ കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി കൊണ്ടാടണം. ആ പരിശുദ്ധമായി ആചരിക്കേണ്ട ദിവസം ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞായറാഴ്ച ദിവസം സാബത്ത് ഞാൻ ആചരിക്കുന്നുണ്ടോ? അന്നത്തെ ദിവസം ഈശോയോടൊപ്പം പ്രാർത്ഥനയിൽ ഞാൻ ചെലവഴിക്കുന്നുണ്ടോ? അതോ ആ ദിവസം കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ ആ ദിവസം പരിശുദ്ധമായി ഈശോയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥനയിലും ബൈബിൾ വചനം വായിക്കാനും ധ്യാനിക്കാനും സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം.